ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മുടെ ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും എന്തിന് ഫ്രൈഡ് റൈസിനൊക്കെ കൂട്ടിക്കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ചില്ലി ബീഫ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് അത്യാവശ്യം നല്ല ഗ്രേവി ടൈപ്പാണ്. മാത്രമല്ല നിങ്ങൾ ഇതിൻ്റെ കളർ കണ്ടോ, നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പോൾ ഒട്ടും തന്നെ ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഒന്നും ചേർക്കാതെയാണ് ഈ റെസിപ്പി ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. വളരെ സിമ്പിളാണ് തയ്യാറാക്കാനായിട്ട്. നമുക്കിത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കിയാലോ. 1.5 കിലോ ബീഫിലാണ് ഞാൻ ഈ റെസിപ്പി തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. അതിനായിട്ട് നമുക്ക് 2 ചെറിയ ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. വീട്ടിൽ തന്നെ പൊടിച്ചെടുത്താൽ കേട്ടോ. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ പൗഡറും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. അതുപോലെ ഒരു വലിയ ടേബിൾ സ്പൂണോളം വിനാഗിരിയാണ് ഒഴിക്കുന്നത്. ഇതെല്ലാം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. നമ്മളിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 8 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചി അരച്ചെടുത്തതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു റെസിപ്പിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കാശ്മീരി ചില്ലി പൗഡർ തന്നെയാണ്. നമ്മൾ നാടൻ പിരിമുളക് മേടിക്കുവാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂസ് ചെയ്തെടുത്തിട്ട് നമുക്ക് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു കളറിൽ നമുക്ക് കിട്ടും കേട്ടോ. ഇപ്പോൾ ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്താലും മതി. 2 ടേബിൾ സ്പൂണാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് തിരിഞ്ഞ് വെക്കാൻ പോവുകയാണ്. ഒരു 20 മിനിറ്റിന് ശേഷമാണ് ഞാൻ കുക്കറിലിട്ട് വേവിച്ചെടുക്കാൻ പോകുന്നത്. ഈ പിരിയമുളക് വെച്ചിട്ട് ഞാനൊരു നല്ലൊരു ചില്ലി പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പി കാണാത്തവരാണെങ്കിൽ ഞാൻ ഐക്കാർഡിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിന് ലിങ്ക് കൊടുക്കാം. ഒന്ന് പോയി കാണണം കേട്ടോ. കാരണം സ്പെഷ്യൽ റെസിപ്പികൾക്കൊക്കെ പറ്റിയ ഒരു ചില്ലി പേസ്റ്റ് ആണത്. 20 മിനിറ്റിന് ശേഷം ഞാനിത് കുക്കറിലിട്ടാണ് വേവിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുക്കറിലിട്ട് വേവിക്കുന്നത് കേട്ടോ. അപ്പോൾ തുറന്നിട്ടൊക്കെ വേവിക്കുകയാണെങ്കിൽ ഒരുപാട് സമയം എടുക്കും. അത് നമുക്ക് അത്ര എളുപ്പമൊന്നുമല്ല. കുക്കറിൽ ഞാൻ ഹൈ ഫ്ലെയിമിൽ അടച്ചിട്ട് വേവിക്കാൻ പോവുകയാണ്. ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കണ്ട. ഒരു വിസിൽ കേട്ടതിന് ശേഷം ഞാൻ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് 2 വിസിൽ കേൾക്കുന്നത് വരെ വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ബീഫ് ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു വെന്തിട്ടുണ്ടോയെന്ന്. അപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ബീഫിൽ നിന്ന് നന്നായിട്ട് നെയ്യൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്കിതിലേക്കുള്ള ഒരു മസാല തയ്യാറാക്കി എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയിലൊന്നും ഉണ്ടാക്കി എടുക്കരുത്, കാരണം അതിൻ്റെ ഫ്ലേവർ അങ്ങ് പോയി പോകും. ഇങ്ങനത്തെ റെസിപ്പികളൊക്കെ കഴിയുന്നതും സൺഫ്ലവർ ഓയിൽ ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ എടുത്ത അതേ അളവിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. 8 അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു പീസ് ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാൻ പോവുകയാണ്. ഇതിലേക്ക് ഒരു 9 പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല എരിവിന് വേണ്ടിയിട്ടാണ് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഒരുപാട് ബ്രൗൺ കളർ ആവുന്ന രീതിയിൽ നമ്മളിത് മൂപ്പിച്ചെടുക്കേണ്ട കാര്യമില്ല. ചെറുതായിട്ടൊന്ന് ഒരു മൂത്ത മണം വന്നു കഴിഞ്ഞാൽ നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 5 സവോള സ്ക്വയറായിട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി ഒരുപാടങ്ങ് മൂത്ത് പോയാൽ സവോള ചേർത്ത് വാട്ടിയെടുക്കുമ്പോൾ ആ ഒരു ഇഞ്ചി വെളുത്തുള്ളി ഒരുപാടങ്ങ് ബ്രൗൺ കളറിൽ മൂത്ത് പോകും. അത് വേണ്ട. അപ്പോൾ അതുകൊണ്ടാണ് ചെറുതായിട്ടൊന്ന് മൂത്ത മണം വരുമ്പോഴേക്കും നമ്മൾ സവോള ചേർത്ത് കൊടുക്കുന്നത്. സവോള ഒരുപാട് ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ മൂപ്പിച്ചെടുക്കുന്നില്ല കേട്ടോ. കാരണം അതിൻ്റെ കളറൊന്ന് മാറി ചെറുതായിട്ടൊന്ന് വാടി വരുന്നത് വരെയാണ് നമ്മളതൊന്ന് മൂപ്പിക്കാൻ പാടുള്ളൂ. ഒരുപാട് ബ്രൗൺ കളർ ആയിക്കഴിഞ്ഞാൽ ഈ ഒരു കറിയുടെ ഫ്ലേവർ അങ്ങ് മാറിപ്പോവും. നമ്മളിതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ചെറിയ ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കളറിന് വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഒരു ടേബിൾ സ്പൂൺ വരെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ എരിവിനായിട്ട് ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എരിവ് നമ്മുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കഴിയുന്നതും പച്ചമുളകിൻ്റെ ഫ്ലേവറാണ് കൂടുതലും മുന്നിട്ട് നിൽക്കാൻ നല്ലത്. പിന്നെ ഈ ബീഫ് റെസിപ്പി ആയതുകൊണ്ട് തന്നെ കുരുമുളക് ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് ചിക്കനാണ് ചെയ്യുന്നത് എങ്കിൽ കുരുമുളകിൻ്റെ ആവശ്യമില്ല. നമുക്ക് പച്ചമുളകിൻ്റെ അളവ് കൂടുതലായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് മാറ്റങ്ങളൊക്കെ ചെറുതായിട്ട് നമുക്ക് വരുത്താം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ചില്ലി പൗഡർ നന്നായിട്ട് മൂത്ത് വരുന്ന മണം വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത മണം വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് ഞാൻ സോസ് ചേർക്കുന്നത്. ഇവിടെ ടൊമാറ്റോ കെച്ചപ്പാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ. ടൊമാറ്റോ സോസല്ല, ടൊമാറ്റോ കെച്ചപ്പാണ് ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 3 വലിയ ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കുന്നുണ്ട്. ടൊമാറ്റോ സോസാണ് ചേർക്കുന്നതെങ്കിൽ 2 വലിയ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണോളം സോയ സോസ് ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ സോസിൻ്റെ അളവുകളിൽ നമുക്ക് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താം കേട്ടോ. കാരണം ചില ആൾക്കാർക്ക് ടൊമാറ്റോ സോസിൻ്റെ ഫ്ലേവറാണ് കുറച്ച് കൂടുതലായിട്ട് ഇഷ്ടം. അപ്പോൾ അതിനനുസരിച്ച് മാറ്റങ്ങൾ നമുക്ക് വരുത്താം.
നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ സ്റ്റോക്കോട് കൂടിയിട്ടാണ് ഞാൻ ആ ബീഫ് ചേർത്ത് കൊടുക്കുന്നത്. കാരണം നമ്മളിത് ഗ്രേവി ടൈപ്പാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കുറച്ച് സ്റ്റോക്കും കൂടി നമുക്കുണ്ടായിരുന്നു, അതും കൂടി ചേർത്തിട്ടാണ് ഈ ബീഫ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്രേവി കിട്ടുന്ന രീതിയിൽ വേണം ചെയ്തെടുക്കാനായിട്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഗ്രേവി കുറച്ചുകൂടി കൂടുതലായിട്ട് വേണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതി. പച്ചവെള്ളം ഒരിക്കലും ചേർക്കരുത് കേട്ടോ, എപ്പോഴും ചൂടുവെള്ളം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാൻ ക്യാമറയുടെ ലൈറ്റ് ഓഫ് ചെയ്തിട്ടാണ് ഇനിയുള്ളതെല്ലാം ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. കാരണം നേരത്തെ നല്ല ബ്രൈറ്റ് കളറിലാണ് കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ റിയൽ കളറ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, നിങ്ങൾ കറി ചെയ്ത് വരുമ്പോൾ ഈ ഒരു കളറിലായിരിക്കും കേട്ടോ കിട്ടുക. അപ്പോൾ അതിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തത്. അപ്പോൾ നല്ല ബ്രൈറ്റ് റെഡ് കളറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഒട്ടും തന്നെ ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഒന്നും ചേർത്തിട്ടില്ല. നമ്മുടെ മുളക് പൊടിയുടെ കളറാണ് ഈ ഒരു ചുമപ്പ് കളറിൽ നമുക്ക് വന്നിട്ടുള്ളത് കേട്ടോ. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ സോസുകളിലൊക്കെ ഉപ്പുണ്ട്. അതുപോലെ ബീഫ് വേവിച്ചപ്പോഴും നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. നമ്മുടെ ഈ ഗ്രേവിക്ക് കുറച്ച് തിക്നെസ്സും അതുപോലെ ഒരു ഗ്ലോസി ഫിനിഷും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ 1 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ 1/2 കപ്പ് വെള്ളത്തിൽ കലക്കി വെച്ചതാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു കോൺഫ്ലവറൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് ഈ ഒരു ഗ്രേവിക്ക് ഒരു പ്രത്യേക ഒരു ഷൈനിങ് കിട്ടും കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരുപാട് കോൺഫ്ലവർ കലക്കി ഒഴിക്കാൻ പാടില്ല. കാരണം കുറച്ചായിട്ട് അതൊരു 1/2 ടീസ്പൂൺ ആദ്യം വെള്ളത്തിൽ, ഒരു 1/2 കപ്പ് വെള്ളത്തിൽ കലക്കി ഒഴിച്ച് നോക്കാം. അതിനുശേഷം ആവശ്യമുണ്ടെങ്കിൽ മാത്രമാണ് കൂടുതൽ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. കാരണം ഒരുപാട് കോൺഫ്ലവർ ആയിക്കഴിഞ്ഞാലും നമ്മുടെ ഒരു ഫ്ലേവർ, ആ കറിയുടെ ഫ്ലേവർ അങ്ങ് പോയി പോവും. ഞാൻ ഈ ചേർത്ത് കൊടുക്കുന്നത് ക്യാപ്സിക്കമാണ്. അപ്പോൾ സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ക്യാപ്സിക്കമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് കളർ ക്യാപ്സിക്കം വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സവോള വാട്ടുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരിക്കലും ക്യാപ്സിക്കം ഇട്ട് വാട്ടി കൊടുക്കരുത്. കാരണം നമ്മുടെ ക്യാപ്സിക്കം എപ്പോഴും ഒരു ചെറിയൊരു ക്രഞ്ചി ഫീലിൽ വേണം കിട്ടാനായിട്ട്. ഒരുപാട് അങ്ങ് വെന്തുടഞ്ഞ് പോകാനൊന്നും പാടില്ല. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കണം, ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിൻ്റെ കുറച്ച് മുൻപായിട്ടാണ് നമ്മൾ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്ന തൊട്ട് മുൻപായിട്ട് ഞാനൊരു 1/2 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ഫ്ലേവർ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഈ ഒരു സ്റ്റെപ്പ് നിർബന്ധമുള്ളതല്ല, ജസ്റ്റ് ഒന്ന് ആ ഫ്ലേവറിന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആർട്ടിഫിഷ്യൽ കളേഴ്സോ ഫ്ലേവേഴ്സോ ഒട്ടും തന്നെ ആഡ് ചെയ്യാതെയാണ് നമ്മൾ ഈ റെസിപ്പി ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ശരിക്കും നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുന്നൊരു ഫീലാണ് കേട്ടോ ഈ കറി കഴിക്കുമ്പോൾ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ ഒരു കളർ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇതിൻ്റെ ഒരു ഫ്ലേവർ എന്തായിരിക്കും എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്താൽ മാത്രം പോരാ, നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എല്ലാം എന്നെ എഴുതി അറിയിക്കുകയും വേണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് പ്രസ് ചെയ്താൽ എൻ്റെ വീഡിയോയുടെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കും. ഇനിയും പുതിയ റെസിപ്പികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.